ഇത്രയും കുട്ടികളുടെ ലൈഫാണ് ഇവരെടുത്ത് കളിച്ചത്. അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന മോദി. അതാണ് ഏറ്റവും 7ാം ക്ലാസ് ഗുസ്തിയുള്ള ഒരാൾ, അയാൾക്ക് CBSE എന്താ നീറ്റ് എന്താണെന്ന് അറിയത്തില്ല ബേസിക്കലി. അതാണ് ഗുജറാത്തിൻ്റെ പ്രശ്നം. അവർക്ക് ഇന്നും വിദ്യാഭ്യാസം കിട്ടിയിട്ടില്ല, അവർക്ക് വിദ്യാഭ്യാസത്തെപ്പറ്റി കാര്യങ്ങൾ അറിയത്തില്ല. പക്ഷേ ഇന്ത്യയിലെ മിഡിൽ ക്ലാസ്സിന് അവൻ്റെ അടുത്ത തലമുറയോട് ഭയങ്കര പ്രതിജ്ഞാബദ്ധമാണ്. കാരണം അവൻ്റെ ലൈഫ് മുഴുവനും സ്പെൻഡ് ചെയ്യുകയാണ്. അവൻ്റെ ലൈഫ് മുഴുവനും ഡീറെയിൽ ചെയ്തു ഗവൺമെൻറ്റിൻ്റെ വൃത്തികെട്ട പോളിസിയും. ഒരാൾ അക്കൗണ്ടബിൾ അല്ല. ആ രീതിയിലാണ് ഈ രാജ്യം പോകുന്നത്. പേരിന് അവിടെ ഇവിടെ കുറച്ച് ആൾക്കാരെ അറസ്റ്റ് ചെയ്തു, ബാക്കിയെല്ലാം നറേറ്റീവ്സ്. ഈ നറേറ്റീവ്സുമായിട്ട് ഒരു രാജ്യം എങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കും? മനസ്സിലാക്കുക, ഇന്ത്യക്കാരുടെ ജോലിയും വിദേശത്തും, അതേപോലെ തന്നെ ഇന്ത്യക്കാർ ഈ സർട്ടിഫിക്കറ്റുമായിട്ട് പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ അവിടെയും ചോദ്യചിഹ്നം ഉണ്ടാകുക. അതേപോലെ ഗ്ലോബലി നമ്മൾ നാണം കിട്ടും. അതാണ് ഈ നീറ്റാണെങ്കിൽ CBSE എക്സാമിനേഷനിലും നമുക്ക് കാണാൻ കഴിയുന്ന ഏറ്റവും പ്രാധാന്യമുള്ള വിഷയം. ഇതിനെ മാറ്റി നിർത്തിയേ മതിയാകൂ. ഇതിനൊരു പോകുമ്പോഴെല്ലാം ഇതിൻ്റെ സൊല്യൂഷൻ ഉണ്ടായേ മതിയാകൂ. അല്ലെങ്കിൽ ഇന്ത്യ എന്ന മഹാരാജ്യം നമ്മൾ കെട്ടിപ്പടുത്തിയ നമ്മുടെ ഫൗണ്ടേഷൻ ഇട്ട അവരുടെ സ്വപ്നം എന്തുമായിരുന്നു, അത് ഇന്ത്യയിൽ നടക്കാതെ പോകും എന്ന കാര്യത്തിൽ 100% ഒരു തർക്കവുമില്ല. ഇതിനെ മാറ്റി നിർത്തേണ്ടത് തന്നെയാണ്.